ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള കുറ്റകരമായ ഒരു നടപടിയായിട്ടേ കാണാൻ സാധിക്കുകയുള്ളൂ. ഒരു ജനാധിപത്യം എന്ന് പറയുന്നത് എന്താണ്? ആ ജനാധിപത്യത്തിൻ്റെ ജീവവായു സ്വതന്ത്ര മാധ്യമ പ്രവർത്തനമാണെന്ന കാര്യം മനസ്സിലാക്കണം. ആ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം അസാധ്യമാക്കുകയാണ്. നരേന്ദ്രമോദിയുടെ അതേ പാതയിലൂടെയാണ് ശ്രീമാൻ പിണറായി വിജയൻ പോകുന്നത്. മാധ്യമപ്രവർത്തകരായിട്ട് കേസെടുത്ത നടപടി അപലപനീയമാണ്. ശക്തിയായിട്ട് അപലപിക്കപ്പെടണം. പൊതുസമൂഹത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു അപരാധമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുള്ളൂ. നമുക്ക് സത്യം അറിയാനുള്ള അവകാശമുണ്ട്. ആ സത്യം നമ്മളിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തമാണ് മാധ്യമങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വതന്ത്രവും നിർഭയമായിട്ടുള്ള പത്രപ്രവർത്തനം അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം അതിന് തടസ്സം സൃഷ്ടിക്കുന്ന നടപടിയാണ്. ആ നടപടി ഒരു ഫാസിസ്റ്റ് നടപടിയായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഈ പോലീസിൻ്റെ ഒരു ഇരട്ടത്താപ്പും കള്ളക്കളിയൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രകടമാണ്. നമ്മൾ ലോക്കൽ പോലീസിനോട് അന്വേഷിക്കുമ്പോൾ അവർ പറഞ്ഞ് മേളിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ടാണ് ഇതുണ്ടായെന്നാണ്. എന്നാൽ മേളിലുള്ള ആളുകൾ പല ആൾക്കാരോട് നമ്മളോട് പറഞ്ഞയക്കുന്നത് ലോക്കൽ പോലീസ് കേസെടുത്തു, ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഞങ്ങളിവിടെ ഇരിക്കുകയല്ലാതെ ലോക്കൽ പോലീസിൻ്റെ കാര്യക്ഷമതയിൽ ഇടപെടാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. ഇങ്ങനെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ മുകളിൽ ഇരുത്തിയിരിക്കുന്നത് ക്രമസമാധാനം സംരക്ഷിക്കുവാനും കാര്യങ്ങൾ നേരെ പോകുന്നുവെന്ന് ഉറപ്പുവരുത്തുവാനുമാണ്. നോക്കുകുത്തികളായിട്ട് ഇരിക്കാനല്ല എന്ന് ഞാൻ ഇവരെ വളരെ ബഹുമാനത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ സമയം 7:41 27 ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എല്ലാ കാലത്തും മാധ്യമ സ്വാതന്ത്ര്യത്തിനൊപ്പമെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ആനി രാജ പറഞ്ഞു. വിനീതയുടെ കാര്യത്തിൽ മറിച്ചൊരു നിലപാടില്ലെന്ന് ആനി രാജ ഓർമ്മിപ്പിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാധ്യമ സ്വാതന്ത്ര്യത്തിന് അങ്ങേയറ്റം മുൻഗണന കൊടുത്തുകൊണ്ട് ആ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങളാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. അത് പിന്നെ ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ നമുക്ക് അതിനുവേണ്ടി മാധ്യമ സ്വാതന്ത്ര്യത്തിന് മാധ്യമങ്ങൾ എപ്പോഴൊക്കെ അതിക്രമങ്ങൾക്ക് അല്ലെങ്കിൽ അവരെ കൂച്ചുവിലങ്ങെടുക്കാൻ ഇടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, അതിനെതിരായി ശബ്ദമുയർത്തുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. അതുകൊണ്ട് തന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തെ അങ്ങേയറ്റം വിലമതിക്കുന്ന പാർട്ടികളായതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ആ നിലപാട് തന്നെ എടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ ഈ കേസിൻ്റെ മറ്റ് കൂടുതൽ വിവരങ്ങൾ എനിക്കറിയില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ മുന്നണി മാധ്യമ സ്വാതന്ത്ര്യത്തിന് അങ്ങേയറ്റം അതിനെ ബഹുമാനിക്കുന്നത് കൊണ്ട് ആ രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഈ കേസ് രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ 7 ദിവസം പിന്നിടുകയാണ്. ഈ 7 ദിവസം പിന്നിടുമ്പോഴും വലിയ തോതിലുള്ള പ്രതിഷേധം, വലിയ തോതിലുള്ള പിന്തുണ നമുക്ക് കിട്ടിവരുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ഒടുവിലായി പ്രതികരിച്ചിരിക്കുന്നത് നിലവിലിപ്പോൾ ഇടതുമുന്നണിയുടെ ഭാഗമായുള്ള CPIയുടെ ദേശീയ നേതാവും അതോടൊപ്പം തന്നെ മുൻ KPC അധ്യക്ഷനും ആണ്. ഈ രണ്ടുപേരും അവരവരുടെ ഭാഗം വ്യക്തമാക്കി കഴിഞ്ഞു. 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആളുകളാണ് ആശയപരമായി. പക്ഷേ അവർ ഈ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ അവരുടെ അഭിപ്രായം പറയുന്നത് മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കണം എന്നത് തന്നെയാണ്. നിലവിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നത് അനുകൂലമല്ലാത്ത വാർത്തകൾ നൽകുന്നവരെ സർക്കാർ തെരഞ്ഞു പിടിച്ചാക്രമിക്കുകയാണെന്ന് KPC മുൻ അധ്യക്ഷൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഫോൺ വിവരങ്ങൾ ചോർത്തിയത് വലിയ തെറ്റാണെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നു. CDR ചോർത്തിയതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഇപ്പോഴും തുടരുന്നുണ്ട്. നിയമപരമായി CDR ചോർത്തൽ വലിയ തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് നിയമവൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കിയതാണ്. ഈ പശ്ചാത്തലത്തിലാണ് പോലീസ് ഈ വിഷയത്തിൽ വലിയ പ്രതിരോധത്തിലേക്ക് പോകുന്നത്. ആ വിഷയം ചൂണ്ടിക്കാണിക്കുകയാണ് മുൻ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കൂടിയായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അദ്ദേഹത്തിന് അറിയാം കൃത്യമായി ഈ CDR ചോർത്തൽ പോലെയുള്ള സംഭവങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് ചെയ്യുന്നതിനുള്ള പരിമിതി. അത് ചോർത്തുക മാത്രമല്ല ചെയ്തത്, അത് നേരെ മറിച്ച് രാഷ്ട്രീയ നേതാക്കൾക്കും സൈബർ ബുള്ളിയിങ്ങിനും നൽകുന്നു എന്നൊരു നടപടി കൂടി ചെയ്തു കുറുപ്പുംപടി പോലീസ്. രണ്ടാമത്തെ കാര്യം ആനി രാജയുടെ പ്രതികരണമായിരുന്നു. CPIയുടെ ദേശീയ നേതാവാണ്, ഈ LDFുമായി ചേർന്ന് നിൽക്കുന്ന സംഘടന കൂടിയാണ്, അവരുടെ പ്രധാനപ്പെട്ട നയരൂപീകരണത്തിൽ പങ്കാളികൾ കൂടിയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എല്ലാ കാലവും മാധ്യമ സ്വാതന്ത്ര്യത്തിനൊപ്പമാണ് എന്ന് ആനി രാജ അടിവരയിട്ട് പറയുന്നു. വിനീതയുടെ കാര്യത്തിലും മറിച്ചൊരു നിലപാടില്ല എന്നാണ് ആനി രാജ വ്യക്തമാക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ, ഇത്തരം പ്രസ്താവനകളിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ സർക്കാരിന്റെ നടപടിയെ തിരുത്തുന്നതിന് CPI മന്ത്രിമാരും അതോടൊപ്പം തന്നെ CPI നേതാക്കളും ഇടപെടുമെന്നും പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.